ഹായ് ഓൾ അസ്സാം വലൈക്കും ഹൗറ റഫ്സീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നോമ്പിൻ്റെ ഒരു സ്നാക്കായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള സ്നാക്ക് റെസിപ്പി ആണെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ഇട്ട് കൊടുത്ത് ശേഷം നമുക്ക് കുറച്ച് നട്ട്സ് അതും ഒന്ന് വറുത്തിട്ട് എടുക്കുക. ഇതിലേക്ക് അധികം കരിഞ്ഞു പോകേണ്ട, ഏകദേശം ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം എടുക്കുക. ശേഷം നമുക്ക് വീണ്ടും കുറച്ചും കൂടി ഗീ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഗീ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് ഗീക്കാന്നേ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 2 പഴുത്ത പഴം, പച്ചപ്പഴം എടുക്കരുത്, കുറച്ച് നല്ല പഴുത്തതാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മതി. അങ്ങനെ ഭയങ്കരമായിട്ടും പൊരിഞ്ഞ് വരണമെന്നൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് നല്ല നെയ്യിൽ നല്ലോണം ചൂടാക്കി എടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ചായക്കടി തന്നെയാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ എല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, പണി കുറവുള്ളല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ളത്. അപ്പോൾ ടേസ്റ്റിലാണെങ്കിൽ ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. അപ്പോൾ നമ്മൾ പഴം ഇവിടെ ഒന്ന് വഴറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വെക്കാം ഒരു പ്ലേറ്റിലേക്ക്. ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ ഗീ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 കപ്പോളം സേമിയാണ്. അപ്പോൾ പിന്നെ ഇതിപ്പോൾ കുറച്ചൊരു തടിയുള്ള സേമിയാണ്. നേരിയ സേമിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂണോളം എടുക്കാൻ. ഇപ്പോൾ 1/4 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 3-4 ടേബിൾ സ്പൂണോളം വരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ശേഷം നമുക്കിതൊരു വേകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാൻ, ഒരു 1/4 കപ്പോളം പാലൊഴിച്ച് കൊടുക്കുക. ഇനി പാലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ വേവിച്ചെടുത്താലും മതി കേട്ടോ. സേമിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ പാലിൽ തന്നെയാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായേനെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലോ. അപ്പോൾ സേമിയ നമുക്ക് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ സേമിയ നേരിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരിയതുണ്ടെങ്കിൽ നേരിയതെടുക്കുക, എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാവശ്യമുള്ള മുട്ട വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 വലിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 4-5 എടുക്കുക. നിങ്ങൾക്ക് എഗരം കൂടുതൽ, ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സാധനം ഒരു കായ്പോളൻ്റെ രൂപമാണല്ലോ. അപ്പോൾ അതുപോലെ കുറച്ച് എഗരെല്ലാം വേണമെന്നുണ്ടെങ്കിൽ 4-5 മുട്ട എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ 3 വലിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു 1/4 കപ്പ് കുറച്ച് കൂടുതൽ പഞ്ചസാരൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. അത് മധുരമെല്ലാം നിങ്ങളെ ചോയ്സിനനുസരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു ശകലം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് ഏലക്കായ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ശേഷം ഇപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാവശ്യമുള്ള കുറച്ച് പാൽ വേണം. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പിൽ കൂടുതലോ പാലോ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ മുട്ടൻ്റെ എണ്ണ അനുസരിച്ചിട്ട് കുറച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ 3 മുട്ട ആയതുകൊണ്ട് തന്നെ എനിക്കൊരു 1/4 കപ്പും കുറച്ചും വേണ്ട വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. ശേഷം നമുക്കിതാ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പഴമില്ലേ, അത് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാണ്ട് സേമിയ നമുക്ക് കുറേശ്ശേരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ അത്ര കാര്യമുണ്ടെങ്കിൽ, എന്നാലും നല്ല അറിയാലോ കായ്പോള ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നിറച്ചു കായിട്ട് അങ്ങനെയല്ലേ ചെയ്യുന്നത്. അതേപോലെ സേമിയയും കായും ഈ ബാറ്ററിൽ നല്ലോണം പൊതിയത്തക്ക വിധത്തിലാക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നട്ട്സ്, അതായത് നമ്മൾ വറുത്ത് വെച്ച നട്ട്സ് ഇല്ലേ, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമ്മളൊന്ന് പൊടിച്ചിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. വേഗം തന്നെ ആവും. നമ്മൾ കായ്പോള കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റാണ് ഇതിൽ സേമിയ വരുന്നത് കൊണ്ട് തന്നെ നമുക്കിത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് ഫീൽ ചെയ്യും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുക. ബാക്കി 2-3 നട്ട്സ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മേലെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പ് തുറൻ്റെ പല സ്നാക്കുകളും ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാന് തന്നെ നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് ഈ ഒരു പാനിൽ തന്നെ എല്ലാം ചെയ്താൽ മതി കേട്ടോ. ഇനി കുറച്ചൊരു ഗീ ഒഴിച്ച് കൊടുത്തിട്ട് ബ്രഷ് കൊണ്ടൊന്ന് എല്ലായിടത്തും ഒന്ന് എത്തിച്ചു കൊടുക്കാൻ ഈ ഗീ. ശേഷം നമ്മൾ ബാറ്ററില്ലേ അത് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ഈ സേമിയയും പഴയെല്ലാം എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക, വീഡിയോ കാണുന്നത് പോലെ തന്നെ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാനുണ്ട്. അപ്പോൾ ഈ ഗ്യാസിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം. പോരാതെ അതിൻ്റെ മുകളിൽ ഒരു പാനോ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ മൂടിയില്ലേ
അങ്ങനത്തെ എന്തെങ്കിലുമെല്ലാം വെച്ച് കൊടുത്തിട്ട് നല്ല ലോ ഫ്ലെയിമിൽ എനിക്കൊരു 25 മിനിറ്റ് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇത് വേകാൻ വേണ്ടിയിട്ട്. 25ഉം നല്ല ലോലായതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയിരിക്കുന്നത്, അത്രയും ടൈമായിട്ടുള്ളത് കേട്ടോ. പക്ഷേ ലോയിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ല അടിയൊന്നും കരിയാതെ നമുക്ക് നല്ലൊരു കളറിൽ കിട്ടും കേട്ടോ. ഇപ്പോൾ എൻ്റെത് പിന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തിനൊന്ന് അറിയാൻ വേണ്ടി ഒരു കത്തി കൊണ്ട് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അതിൽ പറ്റി നിൽക്കുന്നതിൽ വെന്തിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എൻ്റെ വെന്തിട്ടുണ്ട്. ഞാനിവിടെ തിരിച്ചിട്ട് കൊടുക്കലും ചെയ്തിട്ടുണ്ട് പ്ലേറ്റിലേക്ക്. ശേഷം നമുക്കൊന്ന് മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ചൂടോടെ തന്നെ ഞാൻ മുറിക്കുന്നത് കേട്ടോ. എനിക്കൊരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് തീർക്കണം എന്നുള്ള ഇതിൽ ചെയ്തതാണ്. കുറച്ച് തണിനിട്ടെല്ലാം മുറിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല കിഡിലും പിന്നെ നമ്മൾ സേമിയ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.